നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. 1.25 വയസ്സുള്ള കുഞ്ഞ് തോട്ടിൽ വീണു മരിച്ചു. തൃപ്രയാർ ബീച്ച് സുൽത്താൻ പള്ളിക്കടുത്തുള്ള ചക്കാലക്കൽ വീട്ടിൽ ജിഹാസിന്റെ മകൻ മുഹമ്മദ് റയാനാണ് മരിച്ചത്. ഇന്ന് രാവിലെ 11:30 സംഭവം. വാൽപ്പാറയിൽ കാട്ടാൻ ആക്രമണത്തിൽ കോളേജ് വിദ്യാർത്ഥി മരിച്ചു. പുതുക്കാട് എസ്റ്റേറ്റിലെ മുകേഷാണ് മരിച്ചത്. സുഹൃത്തിനൊപ്പം ബൈക്കിൽ പുതുക്കാട്ടെ വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു കാട്ടാനയുടെ മുന്നിൽപ്പെട്ടത്. വിങ്കിടങ്ങിൽ മാങ്ങ പറിക്കുന്നതിനിടയിൽ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു. ബംഗാൾ സ്വദേശി ഹമറുള്ള ഹാരിസ് ആണ് മരിച്ചത്. ഇന്ന് രാവിലെ 10:15 അപകടം. ഇരിങ്ങാലക്കുടയിൽ വീട്ടിലെ വളർത്തുപൂച്ചയെ കാണാത്തതിന്റെ പേരിൽ മുത്തച്ഛനെ കൊച്ചുമകൻ വെട്ടി പരിക്കേൽപ്പിച്ചു. എടക്കുളം കോമ്പാത്തി വീട്ടിൽ കേശവനാണ് വെട്ടേറ്റത്. കൊച്ചുമകൻ ശ്രീകുമാറിനെ കാട്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിഞ്ഞനം മേഖലയിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ മിന്നൽ പരിശോധന. അനധികൃതമായി പ്രവർത്തിച്ച തട്ടുകട പൂട്ടിച്ചു. പോലീസും പരിശോധനയിൽ പങ്കാളികളായി. അതിരപ്പള്ളി ആനക്കയത്ത് കാറുകൾക്കും സ്കൂട്ടറിനും നേരെ കാട്ടാന ആക്രമണം. മലക്കപ്പാറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന 2 കാറുകൾക്കും ഒരു സ്കൂട്ടറിനും നേരെയാണ് കാട്ടാൻ ആക്രമണം അഴിച്ചുവിട്ടത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് ആനക്കയം പാലത്തിന് സമീപത്തായിരുന്നു സംഭവം. വേനലവധിക്ക് ശേഷം സംസ്ഥാനത്തു സ്കൂളുകൾ നാളെ തുറക്കും. 3 ലക്ഷത്തോളം നവാഗതർ 1-ാം ക്ലാസ്സിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രതീക്ഷ. ഈ അധ്യയന വർഷം ഒരുപാട് മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. ചാലക്കുടി നഗരസഭയുടെ നിസ്സഹകരണത്തിൽ പതറാതെ സ്കൂളും പരിസരവും ശുചീകരിച്ച് പ്രവേശനോത്സവത്തിനൊരുങ്ങി സീന ടീച്ചറും സഹപ്രവർത്തകരും. നിലവിൽ സ്കൂളിൽ 18 കുട്ടികൾ മാത്രമാണ് ഉള്ളത്. പുല്ലുവെട്ടാൻ ആളെ വിട്ടതാണ് നഗരസഭയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏക സഹായം. മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിന്റെ നേതൃത്വത്തിൽ സഹപാഠിക്കൊരു വീട് എന്ന പദ്ധതിയുടെ ഭാഗമായി കൊടകര കാരൂരിൽ നിർമ്മാണം പൂർത്തീകരിച്ച വീടിന്റെ താക്കോൽ ദാനം നടത്തി. സുമനസ്സുകളുടെ സഹായത്തോടെയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. വിശ്വാസ പരിശീലനത്തിന്റെ അധ്യയന വർഷത്തിലെ ഇരിഞ്ഞാലക്കുട രൂപതതല ഉദ്ഘാടനം നടത്തി. വല്ലപ്പാടി ദേവമാത ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി രൂപതാ മെത്രാൻ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. വികാരി ജനറൽ ജോസ് മഞ്ഞളി അധ്യക്ഷത വഹിച്ചു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേ ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.